ഇസ്രായേൽ അവസാനം അവർ ചെയ്തൊരു ഫലസ്തീൻ ബാലികയുടെ കൊലപാതകത്തെ അംഗീകരിച്ചിരിക്കുന്നു. ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണത്. അതും ഇത്രയും കാലം അവർ നിഷേധിച്ച ഒരു കൊലപാതകം. 6 വയസ്സുകാരി ഹിന്ദ് റജബ് എന്ന കൊച്ചു പെൺകുട്ടിയുടെ ദാരുണമായ കൊലപാതകത്തെ ഒടുവിൽ ഇസ്രായേൽ സൈന്യത്തിന് ഏറ്റുപറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും കാലം ഇത് മൂടിവെച്ചതിന് പിന്നിലെ കാരണം എന്തായിരിക്കാം? അതോടൊപ്പം പെട്ടെന്നൊരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിതമാക്കിയത് ആരാണ്? ലോകത്തെ ഞെട്ടിച്ച ആ കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. 2024 ജനുവരി 29 ഗസ സിറ്റിയിലെ തങ്ങളുടെ വീടൊഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ ഉത്തരവനുസരിച്ച് കറുത്ത നിറത്തിലുള്ള കിയ കാറിൽ യാത്ര തിരിക്കുകയായിരുന്നു ഹിന്ദ് റജബും കുടുംബവും. കാറിൽ 6 ബന്ധുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് ആ ദുരന്തമുണ്ടായത്. കാറിന് നേരെ ഇസ്രായേൽ സൈന്യം 300-ലധികം തവണ വെടിയുതിർത്തു. കാറിലുണ്ടായിരുന്ന എല്ലാവരും തൽക്ഷണം കൊല്ലപ്പെട്ടു. കുടുംബത്തിലെ എല്ലാവരുടെയും മൃതദേഹങ്ങൾക്കിടയിൽ ഗുരുതരമായി പരിക്കേറ്റ ആ കൊച്ചു പെൺകുട്ടി മണിക്കൂറുകളോളം ജീവന് വേണ്ടി പൊരുതേണ്ടി വന്നു. ഫലസ്തീൻ റെഡ് ക്രസന്റിന്റെ ഫോണിൽ വിളിച്ച് അവൾ കരഞ്ഞു പറഞ്ഞ ആ വാക്കുകൾ ലോകമിന്നും കണ്ണീരോടുകൂടിയാണ് കേട്ടോ ഓർക്കുന്നത്. എനിക്ക് പേടിയാകുന്നു, ദയവായി എന്നെ വന്നൊന്ന് രക്ഷിക്കൂ. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയെത്തിയ ആംബുലൻസിന് നേരെയും ഇസ്രായേൽ സൈന്യം ടാങ്ക് ഷെൽ ആക്രമണം നടത്തി. ആംബുലൻസിലുണ്ടായിരുന്ന 2 പാരാമെഡിക്കൽ ജീവനക്കാരും തൽക്ഷണം കൊല്ലപ്പെട്ടു. കൃത്യമായ അനുമതിയോടെ എത്തിയ രക്ഷാവാഹനത്തിനു നേരെ സൈന്യം നടത്തിയ ഈ ഡബിൾ ടാപ്പ് ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ കോലാഹലങ്ങൾക്കാണ് വഴിവെച്ചത്. ആദ്യം തങ്ങൾക്കിതിൽ പങ്കില്ലെന്നായിരുന്നു ഇസ്രായേൽ വാദിച്ചത്. എന്നാൽ അൽ ജസീറയുടെ മാ കഫിയ അഅ്ദം എന്ന ഡോക്യുമെന്ററിയും ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ നടത്തിയ ഞെട്ടിക്കുന്ന അന്വേഷണങ്ങളും എല്ലാ സത്യവും പുറത്തു കൊണ്ടുവന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങളും ഓഡിയോ വിശകലനങ്ങളും വ്യക്തമാക്കിയത് അവിടെ മറ്റ് ആയുധധാരികളുടെ സാന്നിധ്യമൊന്നും ഇല്ലായിരുന്നുവെന്നാണ്. ഇസ്രായേൽ ടാങ്കുകളാണ് കൃത്യം നടത്തിയതെന്നും ആ അന്വേഷണം കൃത്യമായി നമ്മോട് പറയുന്നുണ്ട്. മേജർ ഷോൺ ഗ്ലാസ്, കേണൽ ഡാനിയർ എല്ല, ലഫ്റ്റനന്റ് കേണൽ ബെനി അഹ്റോൺ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഈ കൃത്യവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ ഉൾപ്പെടെ ശക്തമായ നിയമ പോരാട്ടങ്ങൾ നടന്നതോടുകൂടിയാണ് ഹിന്ദ് റജബിന്റെ 7ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇസ്രായേൽ സൈന്യം ഒടുവിലൊരു ക്രിമിനൽ അന്വേഷണത്തിന് പ്രഖ്യാപിക്കേണ്ടി വന്നത്. എന്നാൽ ഇസ്രായേൽ നടത്തുന്ന ഈ അന്വേഷണം വെറുമൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നാണ് മനുഷ്യാവകാശ സംഘടനകളും ഹിന്ദ് റജബിന്റെ കുടുംബവും ഒന്നിച്ചു പറയുന്നത്. മുൻകാലങ്ങളിലെ അവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത്തരം അന്വേഷണങ്ങളൊന്നും യഥാർത്ഥ നീതി ഉറപ്പാക്കാറില്ലെന്ന് വ്യക്തമാണ്. ഗസയിലെ അടിച്ചമർത്തലുകൾക്കും നിരപരാധികളുടെ കൊലപാതകങ്ങൾക്കുമെതിരെ ശക്തമായ അന്താരാഷ്ട്ര പ്രതിഷേധങ്ങൾ നിലവിൽ തുടരുകയാണ്. ഹിന്ദ് റജബിന്റെ ഈ ദാരുണമായ ഓർമ്മകൾ ലോക മനസാക്ഷിയെ എക്കാലവും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുമെന്നും ഉറപ്പാണ്.